നമസ്കാരം, ഞാൻ ആർക്കിടെക്ട് ഗൗതം, ചീഫ് ആർക്കിടെക്ട് DRTech ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കായകൽപ്പ ഡോക്ടർ ആശാസ് ആയുർവേദിക് വെൽനസ് സെൻ്ററിനെ കുറിച്ചാണ്. ഇറ്റ്സ് അവർ ന്യൂ കൊമേഴ്ഷ്യൽ സെൻറ്റർ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ കണ്ണമൂല, തിരുവനന്തപുരം. It was around 9 cents, I think so. So they wanted a multi-story building. So when we started designing, ground floor doctor's room, lobby, reception അങ്ങനെയുള്ള ഏരിയ പോയി. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിലാണ് ആയുർവേദിക് ക്ലിനിക്കിൻ്റെ ഭാഗമായിരുന്നു. അതിനകത്ത് സ്റ്റീം റൂമുണ്ട്, പാർട്ടീഷൻസ് ഉണ്ട്. ബാക്കി ആയുർവേദമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ആസ്പെക്ട്സ് വരുന്ന എല്ലാ റൂംസും പാർട്ടീഷൻ ചെയ്തു. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വന്നിട്ടാണ് അവരുടെ പ്രൈവറ്റ് റെസിഡൻസ് ആയിരുന്നു. ദ മേജർ പ്രോബ്ലം വാസ് ലൈക്ക് ഓരോ ഫ്ലോറിനും ഓരോ ടൈപ്പ് യൂസസ് ആയിരുന്നു. സോ വിൻഡോസ് വെയർ ലൈക്ക് ഓൺ ഡിഫറെൻറ്റ് സൈഡ്സ്. സോ എലിവേഷൻ വരുമ്പം ഇറ്റ് വാസ് ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു. സോ പ്ലാൻ വരയ്ക്കുന്ന ഒരു ചാലഞ്ചായിരുന്നു. ബിക്കോസ് ടിപ്പിക്കൽ ഫ്ലോറിലല്ലോ, ഫ്ലാറ്റ്സ് പോലെ ടിപ്പിക്കൽ ഫ്ലോറിലല്ലോ. അതേപോലെ തന്നെ 3D ചെയ്തു എക്സ്റ്റീരിയർ റെൻഡർ ചെയ്തെടുത്ത സമയത്ത് ഒരു യൂണിഫോമിറ്റി ഇല്ല വിൻഡോസിന്. ഓരോന്നും ഓരോ രീതിയിൽ ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ കിടക്കുകയാണ്. സോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഫസാഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫസാഡ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് പ്ലെയിൻ വാൾ കഴിഞ്ഞിട്ട് ഒരു വെർട്ടിക്കൽ ലൂവേഴ്സ് വിത്ത് എ വുഡൻ പാനൽ ലൂവർ. മനസ്സിലായി? നമുക്ക് ആ ഇമേജ് കാണുമ്പോൾ അറിയാൻ പറ്റും. സ്ട്രിങ്സ് പോലാണ്, സ്ട്രിങ്സ് അല്ല, വെർട്ടിക്കൽ പൈപ്സ് ആണ്. പിന്നെ കുറച്ചുകൂടെ തിക്നെസ് കൂടിയ വുഡൻ പൈപ്സ്, വുഡനല്ല GI പൈപ്സ്. പിന്നെ അതിനകത്തുനിന്ന് അത് ബിൽഡിങ്ങിൽ നിന്ന് കുറച്ചുകൂടെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കും. അതിനകത്തു നിന്നാണ് ഈ വിൻഡോസ് വിച്ച് വെയർ ഡിഫറെൻറ്റ് ഓൺ ഡിഫറെൻറ്റ് ഫ്ലോർസ് വെയർ കമ്മിങ് ഔട്ട്. ഇറ്റ് വാസ് ലൈക്ക് എ കട്ട് ഔട്ട്. എന്നിട്ട് ആ ഒരു സ്പേസസിൽ, ആ വിൻഡോസും ഓപ്പണിങ്സും ഉള്ള സ്പേസസിൽ ഒരു ബ്രിക്ക് ക്ലാഡിങ് പാറ്റേൺസ് കൊടുത്തു. ബാക്കി എല്ലാം മിനിമൽ രീതിയിൽ കൊടുത്തു. പിന്നെ ആ ഒരു ലൂവേഴ്സിൽ കൂടെ ബോട്ടം ഫ്രം ദ ബോട്ടം ക്രീപ്പേഴ്സ് വളർത്തുന്ന രീതിയിൽ. സോ ഓൾ ഓവർ നോക്കുവാണെങ്കിൽ ഒരു യുണീക്ക്, ആ ഒരു അർബൻ ലാൻഡ്സ്കേപ്പിൽ നോർമൽ ബിൽഡിങ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു യുണീക്ക് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഹൈ റൈസ് ബിൽഡിംഗ്, അല്ലെങ്കിൽ മിഡ് ഹൈ റൈസ് ബിൽഡിംഗ് ആയിട്ട് കായകൽപ്പ മാറി. കറൻറ്റ്ലി ഇറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു ബേസ്മെൻറ്റ് മുതൽ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. സോ ഒരു ഹോസ്പിറ്റലിന് വേണ്ട ഒരു എന്താ പറയുക, ലക്ഷറി ആയുർവേദിക് ഫെസിലിറ്റി വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്താണ് പോയിരിക്കുന്നത്. ഇൻറ്റീരിയറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും വീഡിയോസിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓരോ റൂംസും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും അതെങ്ങനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളും, അത് ചെയ്തപ്പോഴുള്ള ചാലഞ്ചസ്, ഹൗ ഇറ്റ് വിൽ കം ഇൻ ദ സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി വീഡിയോസിൽ വരുന്നതായിരിക്കും. താങ്ക് യു. DRTech Homes Private Limited, Trivandrum, an archway to future.